ഗുഡ് മോർണിംഗ്. പറയാൻ മറന്നുപോയി, ഞാൻ ട്രൈപോഡ് വാങ്ങി. ഇനി ഇതിന്റെ ഷോ ആയിരിക്കും. കോളേജിൽ പോവാം, റെഡി ആവാം, സമയം വൈകി തുടങ്ങി. ഞാൻ ഇറങ്ങാന്ന് വിചാരിക്കണ ഇവിടെ മഴയില്ല. ഇറങ്ങാൻ വേണ്ടി ഈ പണ്ടാറക്കെടുത്ത് ഇറങ്ങിയോ തുടങ്ങി. ഇതൊക്കെ പിടിച്ച് നടക്കാൻ പാടായിരുന്നു. ഒരു ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡ് വരെ പോയി. അവിടുന്ന് ബസ്സിന് കോളേജിൽ പോയപ്പോൾ ഫസ്റ്റ് പീരീഡ് ഇല്ല. അപ്പൊ നമ്മളൊരു ഫിച്ചൊക്കെ കഴിഞ്ഞ് അടുത്ത പീരീഡിന് പോയി. ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു. എന്റെ ഒരു വർക്കും കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് മിസ് ഓടിപ്പോയി പ്രിന്റ് എടുത്ത് വന്നിരുന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്തു. പക്ഷേ ഞങ്ങൾ ഫുൾ സെറ്റപ്പിലാണ് ക്ലാസ്സിൽ വന്നേക്കുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ അവളൊരു കേർഡ് റൈസ് കൊണ്ടുണ്ടായിരുന്നു. അതും നാരങ്ങച്ചാറും കൂട്ടി അങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും പീരീഡ് കഴിഞ്ഞു. പീരീഡ് കഴിഞ്ഞപ്പോൾ എന്താ, നമ്മൾ ഇനി ഒരു കോഫി കുടിക്കും, വീണ്ടും പോയി. എന്തിനാ കോളേജ് കയറണേന്ന് വെച്ചാൽ നമ്മൾ പറയും ഫുഡ് കഴിക്കാനാണ്. ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിൽ വന്നിട്ട് ഈ കുരിപ്പിനോടൊക്കെ സംസാരിച്ച് അടുത്ത ഡിപ്പാർട്ട്മെന്റിലെ പീരീഡിന് പോവാൻ നിൽക്കുമ്പോഴേ ക്ലാസ്സിൽ പോകണം. നമ്മൾ അറിയാതൊന്ന് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റിന് ഈ കുരിപ്പോൾ വിളിച്ച് കഫിക്കാനയിൽ പോകാന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് പണ്ട് മുതലേ ഇങ്ങനത്തെ കാര്യങ്ങൾ നോ പറഞ്ഞ ശീലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയി. അവിടെ പോയിട്ട് ഒരു കോഫി കുടിക്കാന്ന് ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷെ എനിക്ക് പറ്റിയ അബദ്ധം, ഞാൻ കിടന്ന് ഈ കലക്കുന്ന കണ്ടോ. റെഗുലർ ആൻഡ് ലാർജ് ക്യാപിറ്റൽ തമ്മിൽ വലിയ പ്രൈസ് ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലാർജ് അങ്ങ് പറഞ്ഞു. പക്ഷെ അത് വന്നപ്പോൾ ഒരു മൊന്തയിൽ വന്ന മാതിരി ഉണ്ടായി. പക്ഷെ എപ്പോഴും പറയണ പോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒറ്റമൈൻഡ് പ്ലാൻസ് എപ്പോഴും അടിപൊളിയായിരിക്കും. അങ്ങനെ ബാക്കി രണ്ടുപേരോടും ബൈ ബൈ പറഞ്ഞ് നമ്മളുടെ ഒരു മെട്രോയ്ക്ക് പോയി കിടക്കണം. എനിക്ക് അടുത്ത പണി ഇതാണ്. അമ്മ പറയുന്നത് കോട എവിടെ മറന്നു വെച്ച് വരരുതെന്ന്. വരുന്ന വഴിക്ക് ഒടുക്കത്തെ മഴ. അപ്പൊ അത്രയ്ക്കുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. ബൈ ബൈ.